ഹലോ ഗായ്സ്, ഞാനിപ്പോൾ വന്നിട്ടുള്ള എന്തിനാണ് പറഞ്ഞാൽ ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. നല്ല അടിപൊളിയുള്ള റോഡൊക്കെയാണ്. നമ്മളെ സായി നടത്തുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ്. അപ്പം ഒരു സ്കൂളിലാണ് നടക്കുന്നത്. നല്ല അടിപൊളി സ്കൂളാണ്. അവിടെ പാർക്ക്, ക്ലാസ്സിൽ AC, അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. അപ്പം നമ്മൾക്ക് സ്കൂളിലെത്തിയിട്ട് കാണാം. ഇതാണ് ഗൈസ് അവർ സ്കൂൾ. ഓക്കെ, അടിപൊളി സ്കൂൾ എന്നല്ല പറഞ്ഞ് ഇതാണ് ഗൈസ് സ്കൂൾ. ഓക്കെ, സ്കൂൾ ഐ ലവ് ദിസ് സ്കൂൾ. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് കളിക്കാനൊക്കെ. ഞാനും അതിഥേച്ചി അവിടെ നിന്നൊക്കെ കളിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ലിഫ്റ്റ് തുറന്നു ഗൈസ്. എല്ലാവരും ഇങ്ങനെ ഉള്ളിൽ കയറി നമ്മൾ അപ്പിലേക്ക് പോവാണ്. എത്തി. ഇതാണ് ഗായ്സ് നമ്മളെ സ്ഥലം. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ അങ്ങനെയല്ല, സ്കൂളിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ്. നല്ല രസമുണ്ടായിന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിന്. എൻ്റെ ഇത്തത്തൊക്കെ അവിടെ നിന്ന് വെയിറ്റ് നോക്കാൻ നിൽക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ അവരെ കൂടി ഇരുന്ന് വീഡിയോ എടുത്തു. ഒരു കമ്മിൻ്റെ മുകളിലാണ് ഞാനിരുന്നത്. ഭയങ്കര ടെൻഷൻ, പേടിയുണ്ടായിരുന്നു അതിന്. പിന്നെ ഞാൻ അവർക്ക് എക്സസൈസ് ചെയ്യിപ്പിച്ചു. കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിട്ട് ഞാൻ അവർ ചെയ്യിപ്പിച്ചു. പിന്നെ ലഫ്രീസിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഭാഗമായി കുറച്ച് സംഭവം ചെയ്യുന്നുണ്ടായത്. അങ്ങനെ പിന്നെ അവരൊക്കെ ഫോട്ടോ എടുത്ത് പിന്നെ നമ്മളെന്താ പറയുക, ഈ കളിക്കുന്നവരെല്ലാം പിടിച്ചിരുത്തിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വീണ്ടും പറഞ്ഞു ഇവരോട്. അപ്പോൾ അവരതൊക്കെ കേട്ട് അവിടെ ഇരുന്നു. അപ്പം നല്ല രസമുണ്ടായിന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിന്. അപ്പോൾ ഇത് നല്ല ഒരു ചാമ്പ്യൻഷിപ്പാണെന്ന് പറയാം. കാരണം പിന്നെ നമ്മൾക്ക് ഡെമോ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡെമോക്ക് 2 ഇത്തത്താമാരായിരുന്നു ഉണ്ടായത്, കണ്ണൂർക്കാരാണ്. അപ്പം അവർ അങ്ങനെ ഡെമോ കാണിക്കാൻ അവിടെ നിന്നു. അപ്പം എന്നിട്ട് ഒരാൾ പറഞ്ഞു ഷീജാക്ക് എന്ന് പറയാൻ ചെയ്തു അവർ. എന്നിട്ട് അവർ ട്രയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ റെഡ് ആൻഡ് ബ്ലൂ ചോങ് ഹോങ് അങ്ങനെ കളിക്കലായി. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ഇതൊക്കെ കാണുന്നത്. കാരണം എനിക്കതിൽ കയറി കളിക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം കുറേ മന്ത് ഈ 2025 ഫസ്റ്റത്തെ ചാമ്പ്യൻഷിപ്പാണെന്ന് പറയാം. പിന്നെ അവരൊരു പോസ് കൊടുത്തു, കിക്കിങ്ങിൻ്റെ ഒരു പോസ്. അപ്പം അതും നല്ല രസമുണ്ടായിന്. അങ്ങനെ ആകെപ്പാടെ ഒരു അടിപൊളി എന്നല്ല പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഉണ്ടായത്. എൻ്റെ ഇത്തത്താര ഫൈറ്റിങ് ഇനി നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടോളൂ. അപ്പം ഇതാണ്, ഈ റെഡാണ് എൻ്റെ ഇത്തത്ത. അങ്ങനെ ഇത്തത്തെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇത്തത്താക്ക് ഭാഗ്യലക്ഷ്മീനെയാണ് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അവർ കളിച്ചു. ഭാഗ്യലക്ഷ്മി വിട്ടുകൊടുക്കുന്ന ഒരു ലക്ഷണവും ഇല്ലയെന്ന് ഇത്തുക്ക് മനസ്സിലായി. കാരണം ഇത്തു ഫസ്റ്റ് ടൈമാണ് സായിൻ്റെ കൂടെ അല്ല കളിക്കുന്നത്, സായിൻ്റെ ഇത്. അപ്പോൾ ഇത്തു നോക്കൗട്ട് ആവാൻ ഒരു ചെറിയ ചാൻസ് ഉണ്ടായിന്. പക്ഷെ ഇത്തു വിട്ടുകൊടുക്കില്ല കേട്ടോ. അങ്ങനെ ഇത്തത്താവൻ കളിക്കാൻ തുടങ്ങി. പക്ഷെ ഇത്തു പറഞ്ഞു ഞാൻ കളിക്കുന്നുണ്ട്. അപ്പം കളിച്ചു. അങ്ങനെ നല്ലോണം അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏച്ചിയും തിരിച്ചു നല്ലോണം കൊടുത്തിട്ടുണ്ടായി. പക്ഷെ ആ ഏച്ചി അങ്ങനെ കളിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇത്തും അടിച്ചു, ആ ഏച്ചി അടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നല്ല ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട് അത്ര ആൾക്കാരുണ്ടായിട്ടില്ല. നമ്മളെ ക്ലാസ്സിൽ നിന്ന് ആകെ 4 ആൾക്കാരെ വന്നിട്ടുള്ളൂ. അവർ എങ്ങനെയൊക്കെയോ കൂടി ഞാനും അതിഥേച്ചി മാത്രമേ ഉണ്ടായിട്ടു. ബാക്കി 2 എൻ്റെ ഇത്തത്താവും പിന്നെ കൃഷ്ണപ്രഭ എന്ന് പറഞ്ഞിട്ടൊരു ഏച്ചി ഉണ്ടായിരുന്നു. ആ ഏച്ചി എൻ്റെ ഇത്തവും കളിക്കുകയാണ്. അപ്പം അവർ 2 ആളും അങ്ങനെ ഫൈറ്റിങ് എടുക്കും. നല്ല അടിപൊളിയായിട്ട് 2 ആൾ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരാളെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, കാരണം 2 ആളെ എനിക്ക് അറിയാം. അങ്ങനെ ഫസ്റ്റത്തെ സംഭവം കഴിഞ്ഞു. 2 ആൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായത്. അങ്ങനെ 2 ആളും കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലനാണ്. അപ്പോൾ 2 ആൾ ഭയങ്കര ഫൈറ്റിംഗ് ഒക്കെ ആയി. ഇത്തുക്ക് കുറേ ഹെഡ് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും നോക്കുന്നില്ല. ഇത്തുക്ക് അങ്ങനെയൊക്കെ ഒരു മെഡൽ
അത്രമാത്രം ഇത്തുക്കും ഉണ്ടായിട്ട് ഗോൾഡന് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ഇത്തുവർക്ക് വീണ് ഗൈസ്. അപ്പം എനിക്ക് കുറച്ച് അപ്സെറ്റ് ഉണ്ടായിരുന്നു, കാരണം എൻ്റെ ഇത്തു അല്ല ആ വീണത്. അപ്പം എൻ്റെ ഫൈറ്റിങ്ങിലും എൻ്റെ ഇത്തു എന്നെ പ്രശംസിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തുക്ക് ഇങ്ങനെ അടി കിട്ടുമ്പോൾ എനിക്ക് കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോട്ട് പ്രശ്നമില്ല. എൻ്റെ ഇത്തു അങ്ങനെ എന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈറ്റിങ് കഴിഞ്ഞിട്ട്. അങ്ങനെ ഇതും ഭാഗ്യലക്ഷ്മിയും കൂടി അവിടെ നിന്ന് കളിക്കുന്നു, ഞാനും അതിഥേച്ചു അവിടെ നിന്ന് ഓടുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഫുൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. ഞാൻ മാഷിൻ്റെ അടുത്താണ് ഉണ്ടായത്. പിന്നെ അതിഥേച്ചു വീഡിയോ എടുക്കുന്നു. അങ്ങനെ രണ്ടാളും തകർപ്പനായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി എൻ്റെ ഇത്തുക്ക് ബ്രോൺസ് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തു ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്നെ മെഡൽ കൊടുക്കാനൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മെഡലൊക്കെ കൊടുത്തു പോകാൻ റെഡി ആയിട്ടോ ഗൈസ്. നടന്ന ഭയങ്കര ഇതായി. പക്ഷെ ഇത്തുക്ക് എക്സൈറ്റ്മെൻറ്റ് നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു ഇത്തു. പിന്നെ ഇതാണ് എൻ്റെ സർ ഷാജി മാസ്റ്റർ. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ളത് വെള്ളിക്കോത്തത്തെ മാഷാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സാറുണ്ടായിന്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഡബിൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോക്കായി ഗായ്സ്. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒരു ബായൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോയത്. പിന്നെ അവിടെ കാഷ്നട്ടിൻ്റെ ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രതി ഇങ്ങനെ നടന്ന് നല്ല രസമുണ്ടായി. നമ്മൾ ട്രെയിനിലായിരുന്നു പോയത്. അങ്ങനെ ഞാൻ നടന്ന് അവിടം വരെ എത്തി. കുറേ നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, കാരണം അത്രക്കും ചൂടും. വെള്ളം നമ്മൾ 2 ബോട്ടിൽ വാങ്ങി അത് ഫുൾ തീർന്നു. നല്ല അടിപൊളി. ഞാൻ ആ ഗേറ്റിനോടൊക്കെ ബായ് പറഞ്ഞു. ഇനി നമ്മൾ നാട്ടിലെത്തിയിട്ട് ഒരു സംഭവം കണ്ടു. ഇതാണ്, അതിൻ്റെ പേരൊന്നൊക്കെ അറിയില്ല. അപ്പം ഇതാണ് എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ, അടുത്ത വീഡിയോയിൽ വരെ.